നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്ത് മോദി തരംഗം ഉണ്ടോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ കൊടിയിറങ്ങുമ്പോൾ മോദിയുടെ മൂന്നാം വട്ടവും ഉറപ്പിച്ച് സത്യപ്രതിജ്ഞയ്ക്കും ആഘോഷങ്ങൾക്കും വട്ടം കൂട്ടിത്തുടങ്ങിയ BJPക്ക് എല്ലാത്തിൽ നിന്നും പിന്മാറേണ്ടി വരുമോ? പ്രതീക്ഷ കൈവിടാതെ ഇന്ത്യ സഖ്യ നേതാക്കളുടെ പ്രതികരണങ്ങൾ. ഹിന്ദി ഹൃദയഭൂമി വിധി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ തിരിച്ചടി നേരിട്ടാലും തെക്കും പടിഞ്ഞാറും പരിഹാരമുണ്ടാക്കാമെന്ന വിശ്വാസവും എക്സിറ്റ് പോളുകളിൽ നൽകുന്ന ഊർജവും ചില്ലറയല്ല. രാജ്യത്ത് മോദി തരംഗവും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരവും ആഞ്ഞടിക്കുമോ? മോദി തരംഗമുണ്ടാകുമ്പോഴും അക്കൗണ്ട് തുറക്കാൻ കേരളത്തിൽ കഴിയുന്നില്ലെന്ന ചീത്തപ്പേര് ഒഴിവാകുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ N ശ്രീകുമാർ, സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനാവശ്യമായ ക്രമീകരണത്തിനുള്ള ടെൻഡറും വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ BJP നേരത്തെ തന്നെ സന്നാഹങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുകയാണ് മൂന്നാം വട്ടം മോദിക്ക് ഉറപ്പിച്ചുകൊണ്ട്. അതൊരു വല്ലാത്ത ഊർജ്ജമാണല്ലോ BJP നേടിയെടുത്തിരിക്കുന്നത്. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഈ അവസാന മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നത്? മഞ്ജുഷേ, സാധാരണഗതിയിൽ എക്സിറ്റ് പോൾ വന്നാൽ രാഷ്ട്രീയ കക്ഷികളും മുന്നണികളൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ആത്മവിശ്വാസം അമിതമായ വിശ്വാസത്തിലേക്ക് പോകുന്നൊരു കാഴ്ച നമ്മളിപ്പോൾ ഇവിടെ കേൾക്കുകയാണ്. അതായത് ഒരു പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും ജനം വിലയിരുത്തിയിട്ട് അതിൻ്റെ ഫലം നാളെയാണ് പുറത്തു വരിക. അതിനു മുമ്പ് മാധ്യമങ്ങൾ അവരുടേതായ ചില നിഗമനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനും അതുപോലെ കർമ്മപരിപാടി ആവിഷ്കരിക്കാനും ഒക്കെ ഒരു ഗവൺമെൻറ് തീരുമാനിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് അതിൽ നിഴലിക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷ ബഹുമാനമില്ലായ്മ. രണ്ട്, ഞങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നൊരു മോശമായ സന്ദേശം കൊടുക്കൽ. സന്ദേശം തന്നെ പറയാൻ പറ്റില്ല, സൂചന കൊടുക്കൽ. ഇത് നമ്മളെ ഇന്ത്യയിൽ നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ സത്യപ്രതിജ്ഞ നടത്താനായിട്ട് തീരുമാനിക്കുക, അതുപോലെ തന്നെ മറ്റേ ജാഥ നടത്താൻ തീരുമാനിക്കുക, ടെൻഡർ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജനാധിപത്യത്തിൽ നമുക്ക് സംശയങ്ങൾ ഉയരും. അങ്ങനെയല്ലോ. അല്ലല്ല, ഈ എക്സിറ്റ് പോളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ വേണമെങ്കിൽ UDF അത്തരത്തിൽ മുന്നോട്ട് വരാം. UDF അനുകൂലമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ എക്സിറ്റ് പോളുകളെ എതിർക്കുകയും ചെയ്തു. കേരളത്തിലാകട്ടെ UDF അനുകൂലമായി എക്സിറ്റ് പോളും വന്നു. രഹസ്യമായിട്ട് സമ്മതിക്കുന്നുണ്ട് ആ എക്സിറ്റ് പോളുകൾ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഞങ്ങളിവിടെ നേടും, LDF മേൽ വിജയം നേടും, ഇവിടെ BJP അക്കൗണ്ട് തുറക്കില്ല എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അതേ പറയുന്ന നേതാക്കൾക്ക് തന്നെ രാജ്യത്തെ സ്ഥിതി നോക്കുമ്പോൾ അവർക്ക് പേടിയാണ്, ആശങ്കയാണ്. ഇന്ത്യ സഖ്യം അടുത്തെങ്ങും എത്തുകയില്ല എന്നുള്ള ആശങ്കയാണ്. അല്ലല്ല, ഇന്ത്യ സഖ്യം അവർ പറഞ്ഞല്ലോ 295 സീറ്റ് നേടി അവർ അധികാരത്തിൽ വരുമെന്ന്. പ്രതിപക്ഷമാണ് കേരളത്തിൽ UDF എന്ന് പറയുന്നത്, ഭരണപക്ഷമല്ലല്ലോ. പ്രതിപക്ഷത്തിന് എന്ത് കോപ്പ് കൂട്ടാനാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ? ആ MP ജയിച്ചാൽ ആഹ്ലാദ പ്രകടനം അവർ നടത്തും. അത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മനസ്സാണ്. മറിച്ച് അവിടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ. തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നാൽ, വിധി പെട്ടിയിലായി കഴിയുമ്പോൾ ഞാൻ നാളെ ആരാണ്, ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, എൻ്റെ മന്ത്രിമാരെയെല്ലാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടോ വീണ്ടും എന്നൊരു ചിന്ത മനസ്സിൽ വരണ്ടേ. എങ്ങനെ അധികാരത്തിലേക്ക് എത്താൻ പറ്റും? രാഷ്ട്രീയ വിശാരദന്മാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു. അതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾ എന്ന് പറയുന്നത് എല്ലാ തവണയും തെറ്റായി പോകുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം നേതാക്കൾ നൽകുന്നത്. അതിൻ്റെ ഊർജം അനുഭവിച്ചിട്ടുള്ളവർ കൂടിയാണ് പഴയ UPA സഖ്യം. എതിരായിട്ടും വന്നിട്ടുണ്ട്, ശരിയാണ്, തെറ്റിപ്പോയ അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിച്ചുകൊണ്ട് വേണമല്ലോ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ പറയേണ്ടത്. എവിടെ തിരിച്ചടി ഉണ്ടാകാനാണ്?
നോക്കൂ മഞ്ജുഷേ, പ്രതിപക്ഷ ഐക്യം ഇതുപോലെ ഉണ്ടായിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. അവർ 4 സംസ്ഥാനങ്ങൾ, UP ആണെങ്കിലും അതുപോലെ ബീഹാർ ആണെങ്കിലും നമ്മുടെ മറ്റേ ഉത്തർപ്രദേശ് ആണെങ്കിലും ഇവിടെയൊക്കെ നന്നായിട്ട് പ്രതിപക്ഷം അവരുടെ ഐക്യത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് എണ്ണുന്നത് വരെ എല്ലാവരും ഒരേപോലെയാണ്, തുല്യരാണ്. അവിടെ ആർക്കും മറ്റേ അധികാരമില്ല. കേന്ദ്രത്തിലൊരു ഭരണകക്ഷി ഉണ്ടപ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ആ ഭരണകക്ഷി എന്ന് പറയുന്നത് ഇപ്പോൾ ജനവിധിക്ക് മുന്നിലാണ്. ജനങ്ങൾ എന്താണ് അവരെക്കുറിച്ച് ചിന്തിച്ചത് എന്ന് അവർക്കറിയുമോ? അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു വിഷമഘട്ടത്തിലേക്ക് അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഇപ്പോൾ മോദിയുടെ 3ാം വട്ടം ഉറപ്പിച്ചു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു, ടെൻഡർ വിളിക്കുന്നു, ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു, ലഡ്ഡു മേടിക്കുവാൻ ഓർഡർ കൊടുക്കുന്നു. ഇതെല്ലാം കാണുകയാണ്. അതായത് 3ാമതും മോദി വരുന്നു എന്നുള്ള ഒരു വലിയൊരു ദൃശ്യം രാജ്യമാകമാനം വരുന്ന രീതിയിലാണ് BJPയുടെ പ്രകടനം. അതെന്തിനായിരുന്നു? അത് ഈ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലും ഈ പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയും ഇതൊക്കെയാണെന്നാണ് N. ശ്രീകുമാർ പറയുന്നത്. അല്ല, അതിൽ പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയൊന്നുമില്ല. ആരെങ്കിലും ജയിക്കുമെന്ന് അവർക്കൊരു കൃത്യമായിട്ടുള്ള ചിന്തയുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് അവരെന്താണോ അത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ, സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചതിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ നടത്താറുണ്ട്. അപ്പോൾ മധുരം വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ കൊടുക്കുന്ന ലഡുവിന്റെ നിറം പോലും പലപ്പോഴും അവരുടെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേകതയുള്ള നിറത്തിന്റെ നിറമായിരിക്കും അതിനൊക്കെ തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ ഫ്ലക്സ് ഒക്കെ വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പലപ്പോഴും ഈ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊക്കെ പോവുക, ആൾക്കാരെ അഭിസംബോധന ചെയ്യുക തുടങ്ങിയ പരിപാടികളെല്ലാം തന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക? ഇതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് നടക്കുന്നത്. അത് ജയിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF ഒരു സീറ്റ് മാത്രമായി പോയിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും LDF പല സ്ഥാനാർത്ഥികളും ജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് ഇതേപോലെ ഫ്ലെക്സ് അടിച്ചിരുന്നതായിട്ടുള്ള കഥകളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ആൾക്കാർ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അത് നാളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മധുരതരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രതികാരം. അപ്പൊ അത് ജനാധിപത്യത്തിലുള്ള ഒരു അവഹേളനമാണെന്നോ പ്രതിപക്ഷത്തിനോട് വിലയില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും പറയുന്നതിൽ കാര്യം. അത് എത്രമാത്രം സാധ്യമാകുമെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് 295, അതായത് 272 എന്ന മാജിക് ഫിഗറും കടന്ന് 295 ഞങ്ങൾ എത്തുമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തിനുള്ളത് വെറുതെ ഒരു വിശ്വാസമാണെന്നാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും. കാരണം 295 എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു വിജയമാണ്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് NDAക്ക് ഉണ്ടായിരുന്ന ഏതാണ്ട് 340-ലധികം MP-മാരുടെ പിന്തുണയാണ്. കർഷക സമരത്തെ തുടർന്ന് അവർക്ക് ചില സഖ്യകക്ഷികളെയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ MP-മാരുടെ സ്ഥാനമെല്ലാം കുറച്ചാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 340-ഓ 342 മറ്റോ ആണ് അവരുടെ അംഗബലം. അപ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് ഒരു 42-45 സീറ്റുകൾ മാത്രം കുറവിൽ അത്രത്തോളം ജയിച്ച് ഇന്ത്യ സഖ്യം വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് കുറേയധികം സീറ്റ് നേടണ്ടേ? ഈ 295 അല്ലെങ്കിൽ 300 സീറ്റിലേക്കൊക്കെ പോവുകയാണ് എങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റ് നേടിയാലായിരിക്കും ആ ഒരു എണ്ണത്തിലേക്ക് എത്താൻ കഴിയുക? കോൺഗ്രസ് ആ സീറ്റുകൾ എവിടെ നിന്ന് നേടും? കോൺഗ്രസ് എത്ര സീറ്റാണ് നേടാൻ പോകുന്നത്? 150 സീറ്റോ? 150 സീറ്റ് ആണെങ്കിൽ ആ 150 സീറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് അവർ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നത്. അല്ല, കോൺഗ്രസിന്റെ പരമാവധി അവർ പറയുന്നത് 128 ഏതാണ്ട് 120-128 അവരുടെ കണക്ക് വരുന്നത്. കാരണം അവരുടെ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കൂടി നോക്കണമല്ലോ. അതിനപ്പുറം കോൺഗ്രസ് തന്നെ അവകാശവാദം ഉന്നയിക്കുന്നില്ല, സ്വന്തം കോൺഗ്രസിന്റെ മാത്രമുള്ളത്. അല്ല, ഞാൻ പറയുന്നത് 128 സീറ്റ് ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ 120 സീറ്റ് ജയിക്കണമെങ്കിൽ റിയലിസ്റ്റിക്കലി പോസിബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ സ്ഥലങ്ങളിലെ ഏതൊക്കെ സീറ്റുകളാണ്? വെറുതെ മത്സരിക്കുന്നതിന്റെ ഒരു 60% അല്ലെങ്കിൽ 70% ജയിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ റിയലിസ്റ്റിക്കലി പോസിബിൾ ആയിട്ടുള്ള സീറ്റുകൾ അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഈ എക്സിറ്റ് പോളുകളെ പറ്റി നോക്കി കഴിഞ്ഞാൽ തന്നെ അത് ഏതെങ്കിലും ഒരു പോളല്ല പറയുന്നത്. നേരെ മറിച്ച് എല്ലാ പോളുകളും, അതിലിപ്പോ നരേന്ദ്രമോദിയെ വാഴ്ത്തുന്ന മീഡിയകൾ മാത്രമൊന്നുമല്ലല്ലോ. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇതിനെ പരിഹസിച്ചിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മോദി മീഡിയ പോൾ എന്നാണ് അദ്ദേഹം ഇതിനെ ആക്ഷേപിച്ചിരിക്കുന്നത്. ജനാധിപത്യ ക്രമത്തിൽ തന്നെ ഉള്ള ഒരു സംവിധാനമല്ലേ ശ്രീകുമാർ ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്? എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ആൾക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത് നടത്തുന്ന ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, ജനാധിപത്യത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല ഏജൻസികൾ, പല മാധ്യമങ്ങൾ, അതിൽ പിന്നെ രാജ്ദീപ് സർദേശായിയുടെ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകളുമായിട്ടെല്ലാം പുറത്തു വന്നിട്ട് ആ അഭിപ്രായം പറയുന്ന സമയത്ത്
അത് നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് ഫാന്റസി പോൾ, നരേന്ദ്രമോദിയുടെ ഫാന്റസി പോളാണ്, മോദി മീഡിയ പോളാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിനെ അവഹേളിക്കുന്നതല്ലേ? ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക്, ഇത്തരത്തിലുള്ള പോൾസ്റ്റേഴ്സിന്, സെഫോളജിസ്റ്റുകൾക്ക് ഒക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ആ അഭിപ്രായ സ്വാതന്ത്ര്യം കേട്ടതിന് ശേഷം രാഹുൽ ഗാന്ധിക്ക് പറയാമായിരുന്നല്ലോ, ശരി നിങ്ങൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ജൂൺ 4-ാം തീയതി നിങ്ങൾ കണ്ടോളൂ, ഞങ്ങൾ കൂടുതൽ സീറ്റുമായി അധികാരത്തിൽ വരും, നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യമാകും. ഇത്രയും പറഞ്ഞാൽ മതി. അപ്പൊ മോദി മീഡിയ പോൾ എന്തിനാണ് പറഞ്ഞത്? അല്ല, അത് കോൺഗ്രസ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്ന ഈ എക്സിറ്റ് പോളുകളിൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ചില എക്സിറ്റ് പോളുകളിൽ പറയുന്നുണ്ട് പൂർണ്ണമായിട്ടും ഈ 70-ൽ കൂടുതൽ സീറ്റുകളിലേക്ക് വരില്ല എന്ന്. ഉത്തർപ്രദേശ് വിട്ടേക്കൂ, മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ മത്സരം നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. കഴിഞ്ഞ തവണത്തെ പോലെ അല്ല കാര്യങ്ങൾ. 48-ൽ 41 കഴിഞ്ഞ തവണ NDAക്ക് കിട്ടിയ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണത്തെ പോലെ അല്ല കാര്യങ്ങൾ. 30-ൽ താഴേക്ക് പോലും NDA പോകും, ചിലപ്പോൾ 20-ൽ താഴേക്ക് പോകും എന്നൊക്കെ രീതിയിലുള്ള ഈ എക്സിറ്റ് പോളിലെ തന്നെ ഇന്നർ വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അതിലെ ലോവർ ഡിജിറ്റും അപ്പർ ഡിജിറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ അനാലിസിസ് നടത്തുന്നുണ്ട്. ഹരിയാനയിൽ പിന്നോട്ട് പോകും, 10 സീറ്റിൽ 10 നേടിയിൽ നിന്ന് പിന്നോട്ട് പോകും. മധ്യപ്രദേശിൽ കുറേ സീറ്റുകൾ നഷ്ടമാകും, കർണാടകത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യമുണ്ട്. ഇതേ രീതിയിലുള്ള വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം ആ എക്സിറ്റ് പോളിലെ സൂചന തന്നെയാണ് അവർ അതിലും അവലംബിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരെ ആ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അത് അവസാന പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ ഈ 350-നപ്പുറത്തേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ മഞ്ജുഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പല പോൾസ്റ്റേഴ്സിന്റെ ഒരു പോൾ ഓഫ് പോൾസ്, അതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പ്രവചിക്കുന്നത് ഏതാണ്ട് 360 സീറ്റുകളാണ്. അപ്പൊ അതാണ് ഒരു ആവറേജ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു 10 പോളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആവറേജ് BJPക്ക് നൽകുന്ന സീറ്റുകൾ 360 അപ്പൊ ആ 360-ൽ നിന്ന് എത്ര സീറ്റ് നഷ്ടപ്പെട്ടാൽ അവർക്ക് സ്റ്റിൽ ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും? വേണ്ടുന്നത് 272 സീറ്റുകളാണ്. അപ്പൊ അതിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവർ കവർ ചെയ്യേണ്ടത് ഓൾമോസ്റ്റ് 90 സീറ്റാണ്. നമ്മൾ പറയുന്നത് ഈ പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരു ക്ലീൻ സ്വീപ്പ് ഇന്ത്യ സഖ്യത്തിന് കിട്ടിയാൽ പോലും അവർക്ക് ജയിക്കാനുള്ള ഈ നമ്പറിലേക്ക് അവർ എത്തുന്നില്ല. തന്നെയുമല്ല, അവർ 295 എന്ന് പറയുന്ന നമ്പറിലേക്ക് അവർ എത്തുന്നില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ മഹാരാഷ്ട്ര അതിൽ നിന്ന് ഒരു 20 സീറ്റ് അങ്ങ് കുറച്ചോളൂ. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് 20 സീറ്റ് നമ്മൾ കുറയ്ക്കുന്നു, UPയിൽ നിന്ന് ഒരു 10 സീറ്റ് കുറയ്ക്കുന്നു, ഹരിയാനയിൽ നിന്ന് ഒരു 10 സീറ്റ് കുറയ്ക്കുന്നു, മധ്യപ്രദേശിൽ നിന്ന് ഒരു 10 സീറ്റ് കുറയ്ക്കുന്നു. എത്രയായി? അപ്പോഴും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു 50-60 സീറ്റുകളെ മാക്സിമം വരുന്നുള്ളൂ. പിന്നെയും നമ്മൾ പിടിച്ചിട്ട് ഒരു 30 സീറ്റും കൂടെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ വരാൻ പോകുന്നത് എത്രയാണ്? സ്റ്റിൽ 270-ന് മുകളിലാണ്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ തെലങ്കാനയിലും ആന്ധ്രയിലും കൂടുതൽ കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട്. കാരണം TDPയുമായുള്ള അലയൻസിൽ ആന്ധ്രയിൽ BJPക്ക് നേട്ടമുണ്ടാകാൻ പോകുന്നു. തെലങ്കാനയിലും ആ രീതിയിലുള്ള ഒരു പ്രവചനമാണ് വരുന്നത് അല്ലേ? ബംഗാളിൽ കൂടുതലായിട്ട് വരുന്നു. തൃണമൂലിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുവാനുള്ള സാഹചര്യം പോലും വരുന്നുണ്ട്. അപ്പോൾ അത് 2019-ൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇപ്പോൾ ഇടത് പാർട്ടികൾ ലക്ഷ്യമിടുന്നത്, പ്രത്യേകിച്ച് CPM ലക്ഷ്യമിടുന്നത് കേരളത്തിൽ എങ്ങാനും ഒരു സീറ്റിൽ താഴെ, അതായത് 0-ലേക്ക് പോകുമോ എന്നുള്ള പേടി പോലും ഉണ്ടല്ലോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അതായത് BJPക്ക് അക്കൗണ്ട് തുറക്കുകയും LDFന് ഒരു സീറ്റും കിട്ടാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഭയപ്പെടുന്നുണ്ടോ ഇപ്പോൾ? മഞ്ജുഷേ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസമുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഒരു തരത്തിലും ഈ എക്സിറ്റ് പോളുകളിൽ ഇടതുപക്ഷം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എക്സിറ്റ് പോളുകൾ പലപ്പോഴും പിശകിയിട്ടുണ്ട്. ആ പിശകുകൾ വരുന്നത് ഇത് ശാസ്ത്രീയമല്ല എന്നുള്ളത് കൊണ്ടും മാത്രമല്ല, കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കനുസരിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു എക്സിറ്റ് പോളാണ്. എക്സിറ്റ് പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ് അടക്കം ആ തുടക്കത്തിൽ ഇതിന്റെ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് പങ്കെടുക്കണ്ട എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം കോൺഗ്രസ് ആ നിലപാട് മാറ്റി ചർച്ചകളിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടും പരാജയം സമ്മതിക്കുന്നു എന്ന അർത്ഥത്തിൽ BJP ക്യാമ്പുകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രചരണത്തെ തുടർന്നായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഇവിടെ ഏത് അർത്ഥത്തിലാണ് ഈ എക്സിറ്റ് പോളുകളെ നമുക്ക് വിശ്വസിക്കാനാവുക? ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും 3 സീറ്റുകളെ സംബന്ധിച്ചാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോ NDAക്ക് കേരളത്തിൽ 3 സീറ്റ് കിട്ടുമെന്ന് BJPയുടെ കോർ കമ്മിറ്റികൾക്ക് പോലും ഒരു കാരണവശാലും ഒരിക്കൽ പോലും ആത്മവിശ്വാസത്തോടെ പറയാത്ത ഒരു കാര്യമാണത്. 3 സീറ്റുകൾ കേരളത്തിൽ NDA അവർ മത്സരം തന്നെ സംഘടിപ്പിക്കുന്നത് 2 സീറ്റുകളിൽ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും കടുത്ത മത്സരം നടക്കുന്ന ആ 2 സീറ്റുകൾ അവകാശവാദം ഉന്നയിച്ചാൽ പോലും ഇത്തരത്തിലേക്ക് എത്താൻ കഴിയില്ല. ഒന്ന്, തമിഴ്നാട്ടിൽ 4 സീറ്റും വരെ ലഭിക്കും എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയമാണ് എല്ലാ കാലത്തും തമിഴ്നാട്ടിൽ മുന്നിട്ട് നിന്നിട്ടുള്ളത്. ആ
തമിഴ്നാട്ടിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ആ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഏഴയിലത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് എത്താനാവുന്നില്ല എന്നുള്ളതാണ്. കാരണം കടുത്ത സംഘപരിവാർ വിരുദ്ധതയാണ് ഒരുപക്ഷെ കേരളത്തെക്കാളും അപ്പുറം തമിഴ്നാട്ടിലുള്ളത്. അപ്പൊ ആ സാഹചര്യം, അത് അവിടുത്തെ ജാതി വ്യവസ്ഥയുടെ കൂടി പ്രശ്നം കൂടിയുണ്ട്. അവിടുത്തെ ജാതി വ്യവസ്ഥയിൽ അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ DMK-ക്ക് കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തമിഴ്നാട്ടിൽ അപ്പോൾ സ്വാഭാവികമായും ഹിന്ദി ഹൃദയഭൂമിയിൽ, ഉദാഹരണത്തിന് UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ സീറ്റുകൾ പിന്നോക്കം പോകും. കഴിഞ്ഞ പ്രാവശ്യം 2019 BJP നേടിയ, NDA മുന്നണി നേടിയ സീറ്റുകൾ ലഭിക്കില്ല എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ, പക്ഷേ അഡ്വക്കേറ്റ് ഹസ്കർ, ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ താങ്കൾ എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് LDF-ന് കേരളത്തിൽ? ഈ 0 വരെ ഓരോ എക്സിറ്റ് പോൾ വരുമ്പോൾ ഏത് രീതിയിലാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഇപ്പോൾ ഒരു 7-8 സീറ്റുകൾ ഓൾറെഡി ഈ UDF-ന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലാണല്ലോ LDF-ന് കടുത്ത മത്സരം കാഴ്ചവെക്കുവാനെങ്കിലും കഴിഞ്ഞിട്ടുള്ളത്. അതിലെത്ര സീറ്റുകൾ LDF-ന്റെ പോക്കറ്റിലേക്ക് വരും ഇത്തവണ? 6 മുതൽ 8 വരെ സീറ്റുകൾ LDF-ന് ലഭിക്കും എന്നു തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. കാരണം അത് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു വിലയിരുത്തൽ. എന്തു വന്നാലും 20 സീറ്റും ഇന്ത്യ മുന്നണിക്ക് തന്നെ ആയിരിക്കും കേരളത്തിൽ നിന്ന് ലഭിക്കുക. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതാണ് നിലവിലത്തെ സാഹചര്യവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. അപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന സാഹചര്യം വന്നാൽ 3 സീറ്റ് എന്ന എക്സിറ്റ് പോൾ ഫലം കുറയുന്നു. അതുപോലെ 1% ഇന്ത്യ ഒട്ടാകെ കണക്കുകളിൽ വ്യത്യാസം വരുമ്പോൾ കൃത്യമായും ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി അവകാശവാദം ഉന്നയിച്ചതുപോലെ ഒരു ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പുകൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത. LDF-ന് സീറ്റ് കേരളത്തിൽ കുറയുകയാണെങ്കിൽ, കുറയുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് കുറയാനുള്ളതേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു സീറ്റിൽ കുറവായ, അതായത് ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഭരണവിരുദ്ധ വികാരമുള്ളൂ എന്ന് പറഞ്ഞൊഴിയുമോ? അങ്ങനല്ല. ഏതൊരു ഘട്ടത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭയുടെ തെരഞ്ഞെടുപ്പിനെ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായി കരുതാനാവില്ല. ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 3-4 ആളുകളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് കൊണ്ട് ഈ സർക്കാരിനെതിരെ ഒരു വികാരമുണ്ട് എന്ന്, അത് ശരിയല്ലാത്ത നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളതെന്നൊരു അഭിപ്രായം പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഇല്ല. നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്ഷേമ പെൻഷൻ ഉണ്ടോ? ഇല്ല. പക്ഷെ എന്നിരുന്നാലും ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നത് ഒരു അപരാധമായി സർക്കാരിന്റെ മേൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അത് നിങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള, സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള ഒരു പ്രചരണ വേലയുടെ റിഫ്ലക്ഷൻ ആയിട്ടാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് വരുത്തി തീർക്കുന്നുള്ള ശ്രമമാണ്. അത്തരത്തിൽ ഒരു തരത്തിലും സംസ്ഥാന ഗവൺമെന്റ് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ല. ജനങ്ങൾക്ക് അത് മനസ്സിലാവും. ജനങ്ങളെ അത് വില കുറച്ച് കാണുന്നതിന് തുല്യമാണ് താങ്കളുടെ ഈ വാക്കുകൾ. ഒരു സീറ്റ് എന്നല്ല, ഒരു 5 സീറ്റെങ്കിലും നേടിയാൽ പറയാം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന്. അതുപോലും ബുദ്ധിമുട്ടാണ്. പക്ഷേ CPM-ന് പിടിച്ചു നിൽക്കാം. കാരണം കഴിഞ്ഞ തവണ ഒരു സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതാണല്ലോ ഗോവിന്ദൻ മാസ്റ്റർ അന്ന് പകുതി തമാശയായിട്ട് പറഞ്ഞത്. എത്ര സീറ്റുകൾ കിട്ടിയാൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മനസ്സിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ 1-ൽ കൂടുതൽ സീറ്റുകൾ എന്ന് അദ്ദേഹം പറഞ്ഞതും അതൊരു മുൻകൂർ ജാമ്യം എടുക്കലിൻ്റെ ഒരു സൂചന കൂടിയായിട്ടേ തോന്നുന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കേരളത്തിലെ നിലവിലെ സാഹചര്യവും ഇത് കഴിഞ്ഞുള്ള ഒരുപാട് അനാലിസിസും ഒക്കെ വന്നതാണല്ലോ. ബൂത്ത് തലത്തിൽ വിവരങ്ങൾ തേടിയതാണല്ലോ. അതുകൊണ്ട് തന്നെ LDF-ന് തന്നെ വ്യക്തതയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നില്ല താങ്കൾ പറയുന്ന പോലെ ഈ 6-8 എന്നുള്ള കണക്ക് എത്രമാത്രം ശരിയാകുമെന്ന്. അങ്ങനെയല്ല. ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാട് വളരെ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കൃത്യമായ ഒരു ഇടതുപക്ഷത്തിന്റെ ചിട്ടയായ കേഡർ സ്വഭാവത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്താകമാനം. അതുകൊണ്ടാണ് ആ ആത്മവിശ്വാസത്തിന് കുറേക്കൂടെ ബലം കൂടുന്നത് എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ ഇടതുപക്ഷത്തു നിന്നും അതുപോലെ തന്നെ കേരളത്തിലാകമാനം ഒരു അടിയൊഴുക്കിന്റെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിലാണ് അടിയൊഴുക്കുണ്ടായിട്ടുള്ളത്. ആ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള അടിയൊഴുക്ക് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന്, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എങ്ങോട്ട് ചലിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകം. 2019 ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ 19 സീറ്റ് എന്ന മാജിക് നമ്പറിലേക്ക് കേരളത്തിലെ വോട്ടർമാർ ആ 19 സീറ്റും കോൺഗ്രസ് അനുകൂല UDF അനുകൂലമായി ഒരു തരംഗം ഉണ്ടാവുകയായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു തരംഗം കേരളത്തിൽ സംഭവിച്ചിട്ടില്ല.
അത്തരമൊരു തരംഗത്തിന്റെ സാധ്യതയും ഞാൻ കാണുന്നില്ല. ശരി, ശ്രീ എൻ ശ്രീകുമാർ, കേരളത്തിൽ ഒരു UDF തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് ഹസ്കർ പറയുന്നത്. നോക്കൂ മഞ്ജുഷേ, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ മാത്രമല്ല, അത് ദേശീയ രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സിറ്റ് പോളിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത്. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തെളിയിച്ചത് ഇവിടുത്തെ ജനങ്ങളാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് പ്രത്യേകിച്ചൊരു അജണ്ട ഉണ്ടായിരുന്നില്ല. കാരണം അവർ BJP വിരുദ്ധരാണോ? അതെ. അവർ കോൺഗ്രസ് വിരുദ്ധരാണോ? അതെ. അവർ ഇന്ത്യ മുന്നണിയിലുണ്ടോ? ഉണ്ട്. ഇന്ത്യ മുന്നണിയിൽ ഇല്ലേ? ഇല്ല എന്ന രീതിയിലായിരുന്നല്ലോ. മറിച്ച് കോൺഗ്രസ് അങ്ങനെയല്ലല്ലോ. കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്തു. കേരളത്തിന് CPMന് എതിരാണ്, LDFന് എതിരാണ്, BJPക്കും എതിരാണ്. അപ്പോൾ ജനങ്ങൾക്കൊരു അജണ്ട സജ്ജമാക്കാനായിട്ട് പ്രതിപക്ഷ നേതാക്കൾ ഓരോ കാലത്തും ഗവൺമെൻറ് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ജനങ്ങളത് ഏകോപിപ്പിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ടയാക്കി. അതൊരു പൊതു അജണ്ടയാണ്. ആ അജണ്ട കേന്ദ്രീകരിച്ചിട്ടാണ് ഇത്തവണ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് പറയുന്നത് 20-20 കിട്ടുമെന്ന് UDF പറയുന്നത്. എന്തായാലും 20-20 എങ്ങനെ കിട്ടാനാണ് ശ്രീകുമാർ? അതെങ്ങനെയാണ് 20-20 എന്ന് പറയുമ്പോൾ പലയിടത്തും ടൈറ്റ് ഫൈറ്റിന്റെ ഒരു പ്രതീതി പോലും ഉണ്ടായിരുന്നുവല്ലോ. അതൊന്നുമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? 20-20 അത് താങ്കൾ ഉറപ്പിക്കുകയാണോ? അല്ല, ഞാൻ ഉറപ്പിക്കുകയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ UDF പറയുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. UDF വിലയിരുത്തുന്നത് 20-20 എന്നാണ്. അത് പറയാൻ പ്രധാന കാരണം ഞാൻ പറയാം. അതായത് 17 സീറ്റാണ് UDFന് പ്രഖ്യാപിച്ചത്. ഒരു ചാനൽ, ഒരു മറ്റേ എക്സിറ്റ് പോൾ ചാനൽ LDFന് 0 പ്രഖ്യാപിച്ചത്. 3 സീറ്റാണ് NDAക്ക്, അതായത് BJPക്ക് കൊടുത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം BJPക്ക് 3 മണ്ഡലം കേരളത്തിൽ കിട്ടില്ല എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ 3 മണ്ഡലത്തിൽ തീർച്ചയായിട്ടും LDF വിരുദ്ധ വികാരമാണെങ്കിൽ അത് UDFനൊപ്പമേ പോവുകയുള്ളൂ. അതാണ് രാഷ്ട്രീയമായ കണക്ക്. അങ്ങനെയാണ് 20-20 എന്ന് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ഇന്ത്യ മുന്നണിക്ക് 20-20 കിട്ടാൻ കേരളത്തിൽ പറ്റില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി എതിരായിട്ട് നിൽക്കുന്നു. UDF ആണ്, കോൺഗ്രസ് ആണ് നേതൃത്വം. അവർ മത്സരിക്കുന്ന സീറ്റും ഘടകകക്ഷികൾ മത്സരിക്കുന്ന സീറ്റും എല്ലാം കൂടെ നോക്കുമ്പോൾ അവിടെ BJPക്ക് യാതൊരു സ്കോപ്പുമില്ല. LDFൻ്റെ ജനങ്ങളുടെ വിരുദ്ധത LDFൽ കൂടുതൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് 20-20 എന്ന് പറയുന്നത്. മൂന്നാമതൊരു കോളം കൂടി കേരളത്തിൽ ചേർക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, ഒരു കോളം മാച്ച് കളയേണ്ടി വരുമെന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, അങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിലയിരുത്തുക? ആ ജനങ്ങളുടെ മനസ്സിലിരിപ്പും വോട്ട് ചെയ്തതിൻ്റെ ശതമാനവും അതുപോലെ രാഷ്ട്രീയ സാഹചര്യവും പൊതു സാഹചര്യവും സമൂഹത്തിൽ ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായങ്ങൾ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണല്ലോ. അത് നമ്മൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? പലവിധ സംസ്ഥാനങ്ങളിലൂടെയും ബന്ധപ്പെടലുകളിലൂടെയാണ്. അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ തീരുമാനിച്ച് എന്താണെന്നൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. കേരളത്തിൽ 20-18 സീറ്റ് UDFന് കിട്ടുമെന്ന ചാനലുകൾ പറയുമ്പോൾ ചിലപ്പോൾ 18 സീറ്റ് LDFന് കിട്ടിയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജനങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ. കാരണം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടാണല്ലോ 2019 ആലത്തൂരും അതുപോലെ തന്നെ CPMൻ്റെ ആറ്റിങ്ങൽ, ആലത്തൂര് തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളും കോൺഗ്രസിൻ്റെ ഒപ്പം പോയില്ലേ? ജയിക്കുമെന്ന് കരുതിയ ആലപ്പുഴ കൈവിട്ടുപോയി. അപ്പോൾ അതൊക്കെ സംഭവിക്കാം. നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ്, ഈ നിമിഷം വരെയുള്ള സാഹചര്യം നമ്മൾ ചർച്ച ചെയ്യണം. രാഷ്ട്രീയം എപ്പോഴും കാലിക സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ചരിത്രത്തിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BJP ഗവൺമെൻറ് നാളത്തെ സത്യപ്രതിജ്ഞയ്ക്കും അതുപോലെ ആഘോഷത്തിലൊക്കെ കോപ്പ് കൂട്ടുന്ന തെറ്റൊന്നുമല്ല. കാരണം ജയിക്കുമെന്ന് ആത്മവിശ്വാസമുള്ള സ്ഥാനാർത്ഥികൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇത് അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. ഔദ്യോഗികമായിട്ട് പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ പറഞ്ഞതായിട്ട് നമ്മുടെ അറിവിലില്ല. മാധ്യമങ്ങളിൽ കൊടുക്കുന്ന വാർത്ത അനുസരിച്ച് ഇപ്പം നമ്മുടെ മഞ്ജുഷ് പറഞ്ഞ ഒരു അറിയിപ്പ് അനുസരിച്ചിട്ട് ഇവരൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്തതാണെന്ന് ഞാൻ പറഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണാൻ തീരുമാനിച്ചിരിക്കെ ഞങ്ങളാണ് ജയിക്കുക, ഞങ്ങളാണ് തുടർഭരണം നടത്തുക എന്ന് നമുക്ക് ആത്മവിശ്വാസം കൊള്ളാം. പക്ഷെ അത് പ്രാവർത്തികമാക്കാനുള്ള നീക്കം നടത്തിയെങ്കിൽ അത് പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയാണ്. കാരണം പ്രതിപക്ഷവും മത്സരിച്ചിരിക്കുകയാണ്. അവർ 295 വോട്ട് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതല്ല എന്ന് ഇങ്ങനൊരു സൂചന കൊടുക്കുകയാണെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാടിനെതിരാണ് മഞ്ജുഷേ. കാരണം ജനാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ബോംബെയിലെ നമ്മുടെ ഈ സൂചിക, സാമ്പത്തിക രംഗത്തുള്ള സൂചികയിലൊക്കെ മാറ്റം വന്നൊന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയൊരു സൂചന ഭരണതലത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കുകയാണെങ്കിൽ
ഈ വോട്ടെണ്ണം തുടങ്ങുന്നതന്നെ ഉള്ളൂ. അല്ല, ചാടിയിരിക്കുകയാണ് അദ്ദേഹം. ഈ മജിസ്ട്രേറ്റുമാർക്ക് അമിത്ഷാ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തി. അതിനുള്ള തെളിവ് എവിടെയെന്ന് കമ്മീഷൻ ചോദിച്ചിരിക്കുകയാണ്. അതിന് സമയം നീട്ടി ചോദിച്ചിരിക്കുന്നു ജയറാം രമേശ്. പക്ഷേ പറ്റില്ല, 7 മണിക്കുള്ളിൽ തന്നെ വിവരങ്ങൾ വേണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കമ്മീഷൻ. അപ്പോൾ വെറുതെ കുറെ ആരോപണങ്ങൾ പറഞ്ഞു പോകുന്നുമുണ്ട് ഇക്കൂട്ടത്തിൽ ഇന്ത്യ സഖ്യം. അല്ല, അതൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം പ്രതിപക്ഷ മുന്നണി, അതായത് ഇന്ത്യ മുന്നണി, ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. അവർ കുറേ നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ വക്താവ്, കോൺഗ്രസിൻ്റെ വക്താവ് ഒരു കാര്യം പറഞ്ഞു. അതിന് കോൺഗ്രസ് തെളിവ് കൊടുക്കുന്നെങ്കിൽ അത് കൊടുക്കട്ടെ, അത് അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തായാലും ജയറാം രമേശിൻ്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്നൊരു നടപടിയെടുത്തല്ലോ. കാരണം വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ എന്താണ് കേട്ടിരുന്നത്? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ പരാതി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വിശദീകരണം ചോദിച്ചത് BJP പ്രസിഡന്റ് നഡ്ഡയോടാണല്ലേ. അപ്പോൾ എന്താണ്, ഇപ്പോഴത്തെ കോൺഗ്രസിനോട് രാഹുൽ ഗാന്ധിയും അതുപോലെ മറ്റ് നേതാക്കളൊക്കെ അവർ പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഈ നമ്മുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും അവരും ആ കെയർ ഓഫിൽ അവരുടെ ഭാഗത്ത് അവരെയും അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനമെടുത്തെങ്കിൽ അത് നല്ല കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ആർജവം കാണിച്ചത് ഞാൻ പറയുള്ളൂ. ജയറാം രമേശ് പറഞ്ഞ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ആ തെറ്റ് കോൺഗ്രസ്, ആ തെറ്റിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏൽക്കാൻ തന്നെ തയ്യാറാവണം, സംശയമൊന്നും വേണ്ട. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? കാരണം ഇത്ര മജിസ്ട്രേറ്റുമാരെ ആഭ്യന്തരമന്ത്രി വിളിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ അത്രയും മജിസ്ട്രേറ്റുമാരുണ്ടോ, അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ, ഇതൊക്കെ പറയാം, അദ്ദേഹത്തിന് തെളിവായിട്ട് കൊടുക്കാം. അല്ലാണ്ട് ഒരാൾ മറ്റൊരാളെ വിളിക്കുന്നത് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതാ ഇന്ന പശ്ചാത്തലം ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കാം. അത് ജയറാം രമേശ് കൊടുക്കുമല്ലോ, അദ്ദേഹം ഒരു പാർട്ടിയുടെ വക്താവല്ലേ. ഫലം വരാൻ പോകുന്നത് ഈ ലോകത്തിലെ തന്നെ ഒരു റെക്കോർഡ് സൃഷ്ടിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പായി വോട്ടർമാരുടെ എണ്ണത്തിൽ, അതായത് വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിക്കുവാൻ രാജ്യത്തിന് കഴിഞ്ഞുവെന്ന് അഭിമാന പുരസ്കാരം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും ഈ കോൺഗ്രസിന്റെ ഈ എപ്പിസോഡിൽ കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ജയറാം രമേശിനോട് വീണ്ടും വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്, സമയമൊട്ട് അനുവദിച്ചിട്ടുമില്ല. ആ വിഷയം ആദ്യം താങ്കൾ മറുപടി പറയുക. അതിനുശേഷം ഈ കേരളത്തിൽ ഞാൻ ശ്രീമാറിനോട് ചോദിച്ച പോലെ കേരളത്തിൽ ഈ പട്ടികയിൽ നിന്ന് ഒരു പേര് ആഡ് ചെയ്യുകയാണോ ചെയ്യേണ്ടി വരിക, അതോ ഒരു പേര് കൂടി ഡിലീറ്റ് ചെയ്യേണ്ടി വരുമോ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? ഒറ്റ പേര് മാത്രമായി തീരുമോ കോൺഗ്രസ് UDF പറയുന്നത് പോലെ 2020? ഒന്നാമത്തെ കാര്യം, ഈ ജയറാം രമേശുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കൂ, ശ്രീകുമാർ എത്ര ടാക്ടിക്കലായിട്ടാണ് രണ്ട് വിഷയങ്ങളിൽ, ഒന്ന് ജനാധിപത്യ വിരുദ്ധവും മറ്റേത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ എന്ന രീതിയിലത്തേക്കും പോകുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നോ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നോ പറയാനായിട്ട്, അംഗീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്, 150 മജിസ്ട്രേറ്റുമാരുണ്ടോ എന്നാണ്. ഇത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. DM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കളക്ടറിന്റെ തുല്യമാണ്. കളക്ടറാണ് അവിടുത്തെ DM. നമ്മളിവിടെ ജില്ലാ കളക്ടർ എന്ന് വിളിക്കുന്നു, അവിടെ DM എന്ന് വിളിക്കുന്നു. അപ്പൊ നോർത്ത് ഇന്ത്യയിലും മറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ DM ഉണ്ട്, എത്ര ജില്ലകളുണ്ട്, എത്ര സ്ഥലങ്ങളുണ്ട്. ആ ഓരോ ജില്ലയ്ക്ക് കളക്ടറുണ്ട്. എത്ര ജില്ലകളുണ്ടോ അത്രയും ജില്ലയ്ക്ക് കളക്ടർമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ ഇതുപോലെ വിളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? അമിത്ഷാ അവരുടെ തിരുന്നിട്ട് ഫോണും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് 150 പേരെ മാറി മാറി ഡയൽ ചെയ്ത് അവരെ ഇങ്ങനെ ഇന്റിമിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആരോപണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇത് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പെരുമാറുന്നു എന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള തെളിവുമില്ലാതെ കൃത്യമായ കണക്കുകൾ, അത് ആരെയാണ് വിളിച്ചിരിക്കുന്നത്, എത്ര പേരെയാണ് വിളിച്ചിരിക്കുന്നത് എന്നതൊക്കെ തന്നെ കൈരേഖ പോലെ പറയുകയാണ് ജയറാം രമേശ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് അത് ജനാധിപത്യ വിരുദ്ധമാകുന്നില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി ആഘോഷം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാകുന്നു. അതിന് തെളിവുണ്ടോ? തെളിവില്ല. ശ്രീകുമാർ തന്നെ ഇവിടെ പറഞ്ഞു ഇതേതോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്, അല്ലാതെ അതിന് തെളിവില്ല എന്ന്. അങ്ങനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ ആധികാരികമായിട്ടാണ് പറയുന്നത് എങ്കിൽ DMKയുടെ ഭാഗമായിട്ട് ഇതേപോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്ത ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലേ? താങ്കൾ അത് ശ്രദ്ധിച്ചില്ലേ? ആരൊക്കെ ഏതൊക്കെ മന്ത്രി പദവിയാണ് സ്വീകരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് DMK അവിടെ ഒരു മീറ്റിംഗ് കൂടി എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തയുണ്ടായിരുന്നു. അപ്പൊ അതും ഏതെങ്കിലും കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണോ? അല്ല, ഇതേപോലെ തന്നെ മാധ്യമങ്ങൾ പറയുന്നതാണ്. അപ്പൊ ഇരു പാളയങ്ങളിലും തേജസ്വി യാദവ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു, പ്രധാനമന്ത്രിയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് സസ്പെൻസ് ആണ്, അവസാന നിമിഷമേ ഞങ്ങൾ അത് പുറത്തു വിടുകയുള്ളൂ എന്ന്. അതേപോലെ തന്നെ 4-ാം തീയതി വൈകുന്നേരം പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കും. വോട്ടെടുപ്പ് ഫലം വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഇവിടെ ജയറാം രമേശിനെ പോലെയുള്ള ആൾക്കാരാണ്. അത് അവരുടെ സ്വാതന്ത്ര്യം.
അതിനാരെങ്കിലും എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് പ്രഖ്യാപിക്കരുതെന്നോ നിങ്ങൾ ജയിക്കില്ല എന്നോ ഇപ്പുറത്തുള്ള പാളയത്തിൽ നിന്ന് ആരെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഓരോരുത്തരും അവർക്കുള്ള സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ ഇത് ജനാധിപത്യ വിരുദ്ധമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫലത്തിനെ അട്ടിമറിച്ചുകൊണ്ട്, ഈ ഫലം നാളെ വരുന്ന ഫലം ഇതേപോലെ NDAക്ക് എതിരാണ് എങ്കിൽ ആ ഫലത്തിനെ അട്ടിമറിച്ചുകൊണ്ട്, ഇല്ല ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങളിവിടെ പിന്നെ സൈന്യത്തിനെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അട്ടിമറിയിലൂടെ ഭരണം പിടിക്കാൻ പോവുകയാണ്, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ സത്യപ്രതിജ്ഞ നടക്കും എന്നൊക്കെ പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയാം. പക്ഷേ അത്തരത്തിലുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഇലക്ഷൻ സസ്പെൻഡ് ചെയ്യുക, ഭരണഘടന സസ്പെൻഡ് ചെയ്യുക, കോടതികൾക്ക് അധികാരമില്ലാതെയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മാത്രമേ അടിയന്തരാവസ്ഥക്കാലത്ത് നടന്നിട്ടുള്ളൂ എന്ന് ശ്രീകുമാർ ഓർക്കുന്നത് നന്നായിരിക്കും. ഇനി ജയറാം രമേശിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നടപടിയെടുത്തിട്ടില്ല. അദ്ദേഹമായിട്ട് അവിടേക്ക് ഒരു പരാതി കൊണ്ടുവരുന്നു. ആ പരാതിക്ക് ഉപോത്ബലകമായിട്ടുള്ള തെളിവ് കൊണ്ടുവരാനായിട്ട് പറയുന്നു. തെളിവ് കൊണ്ടുവരാനായിട്ട് പരാതി പറഞ്ഞിരിക്കുന്ന ഒരാളിനോട് മാന്യമായ സമയം അനുവദിക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇവിടെ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നടപടിയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഒപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണ്? നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് JP നദ്ദയ്ക്കാണ് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുന്നത്. പക്ഷേ ഇവിടെ പെട്ടെന്ന് നടപടി എടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, നടപടി എടുത്തിട്ടില്ല. രണ്ട്, രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിരിക്കുന്നതിന് ആർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് ശ്രീകുമാർ വിചാരിച്ചിരിക്കുന്നത്? അത് അയച്ചിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ്. ഏപ്രിൽ മാസം 25-ാം തീയതി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 6 ദിവസം തികയുന്ന സമയത്ത് BJPക്കാർ നൽകിയിരുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിലടക്കമുള്ള പല സ്ഥലങ്ങളിലും വന്നിട്ട് ഇന്ത്യയിൽ ഒരു മതവും ഒരു ഭാഷയും ആക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുവെന്ന്. അത് വിദ്വേഷ പ്രസംഗമാണ്. ഒരു മതത്തിനെ അടിച്ചേൽപ്പിക്കാനായിട്ട് മാത്രമുള്ള ശ്രമമാണ്. ഇന്ത്യ ഒരു വൺ റിലിജിയൻ കൺട്രിയാക്കി മാറ്റുന്നു, ഒറ്റ ഭാഷ എന്ന രീതിയിലത്തേക്ക് വിദ്വേഷാത്മകമായിട്ടുള്ള ഒരു പ്രസംഗമാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് പരാതി പിന്നെ BJP പരാതി കൊടുത്തു. BJP പരാതി കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ രാഹുൽ ഗാന്ധിക്കല്ല നീട്ടിപ്പിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്, പാർട്ടി ചീഫിനാണ്, മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ്. കാരണം എന്താണ്? സ്റ്റാർ ക്യാമ്പയിനർമാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ പാർട്ടിക്കാണ് എന്നുള്ള സങ്കല്പത്തിലാണ്. സ്റ്റാർ ക്യാമ്പയിനർ ഇത് പറഞ്ഞിരിക്കുന്നു, ഇതിൽ വിശദീകരണം നൽകൂ എന്നാണ് നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് JP നഡ്ഡയ്ക്ക് അയച്ച നോട്ടീസിലും പറഞ്ഞിരിക്കുന്നത്, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അയച്ചിരിക്കുന്ന നോട്ടീസിലും പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കൂ, മഞ്ജുഷ് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ 20 സീറ്റ് 2020 തികയ്ക്കുക കോൺഗ്രസിന് എന്ന് പറയുന്നത് പ്രായണ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഈ ചർച്ചയിൽ BJPക്ക് സീറ്റുകൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ശ്രീ ഹസ്കർ ആണെങ്കിലും ശ്രീകുമാർ ആണെങ്കിലും അവരോട് ചോദിച്ചാൽ BJPക്ക് പിന്നെയും സാധ്യതയുള്ള സീറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരവും തൃശ്ശൂരും മാത്രമാണ്. എന്ന് വെച്ചാൽ അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 3-way ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജയിക്കാനുള്ള സാധ്യത എവിടെ കൂടും. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 2020 എന്നുള്ളത് ചലഞ്ച് ചെയ്യപ്പെടുകയാണ്. അതല്ലാതെ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സ്വന്തം നിരയിൽ 2019-നേക്കാൾ കൂടുതൽ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങേ അറ്റത്ത് പന്ന്യൻ രവീന്ദ്രനോട്, സാധാരണ CPI-യുടെ പേയ്മെന്റ് സീറ്റ് എന്നൊക്കെയാണ് തിരുവനന്തപുരത്തിനെ പറഞ്ഞ് പലരും ആക്ഷേപിക്കാറുള്ളത്. അവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മുൻ MP കൂടിയായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ മുതൽ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരം ജില്ലാ നേതാവായിട്ടുള്ള V. ജോയി ഉൾപ്പെടെ അങ്ങ് വടക്കേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ MV ജയരാജനെ പോലെയുള്ള, വിജയരാഘവനെ പോലെയുള്ള, മന്ത്രി K. രാധാകൃഷ്ണനെ പോലെയുള്ള, KK ശൈലജയെ പോലെയുള്ള, നടുക്ക് പത്തനംതിട്ടയിലേക്ക് വന്നാൽ തോമസ് ഐസക്കിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഫ്രണ്ട് ലൈൻ നേതാക്കന്മാരെ തന്നെയാണ് CPM നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമ്പറ്റീഷൻ പല സ്ഥലങ്ങളിലും മുറുകും. ഇപ്പോൾ വടകര അല്ലെങ്കിൽ പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി ടൈറ്റ്, ആലത്തൂർ ഒക്കെ തന്നെ, ഇപ്പം കണ്ണൂർ, ഇവിടെയൊക്കെ തന്നെ കുറച്ച് ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആര് ജയിക്കും എന്നതിനെ പറ്റി നമുക്ക് കണ്ണടച്ച് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം ഈവൻ ആയിട്ടുള്ള ഒരു ഫൈറ്റാണ്. ഒരുപക്ഷെ മാർജിൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അത്രയും ഒരു കേക്ക് വാക്ക് ഇത്തവണ കോൺഗ്രസിന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ആ കോൺഗ്രസിനെ ആ ഒരു 2020 എന്ന മോഹത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് CPM പണിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ BJPയും പണിയെടുത്തിട്ടുണ്ട്. രണ്ട് മണ്ഡലങ്ങളാണല്ലോ ഏറെ ശ്രദ്ധേയം. ഇപ്പോൾ വടകരയൊക്കെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ്, ടൈറ്റ് ഫൈറ്റ് ആണ്. പക്ഷേ എങ്കിലും ഈ BJPയുടെ സാന്നിധ്യം കൂടി കണക്കിലെടുക്കുമ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ഈ ടൈറ്റ് ഫൈറ്റിൽ മുന്നിൽ നിൽക്കുന്നത്, ത്രികോണ മത്സരം എന്ന രീതിയിൽ. അവിടെ താങ്കളുടെ ഈ അവസാന വട്ട വിലയിരുത്തൽ എങ്ങനെയാണ്? എക്സിറ്റ് പോളുകളുടെ കൂടെ സഹായം നോക്കുകയാണെങ്കിൽ താങ്കൾ BJPക്ക് സീറ്റ് ഉറപ്പിക്കുമോ തൃശ്ശൂരും തിരുവനന്തപുരത്തും? അല്ല, എക്സിറ്റ് പോളുകളെ കേരളത്തിൽ വന്നിരിക്കുന്ന ആ കാര്യത്തിൽ ഞാൻ അത്ര പൂർണ്ണമായിട്ടും അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. അതിന്റെ കാരണം പലപ്പോഴും എക്സിറ്റ് പോളുകളിൽ വളരെ കൃത്യമായ രീതിയിൽ, ഒരുപക്ഷെ
മറ്റു പലരും പ്രഡിക്റ്റ് ചെയ്യാത്ത രീതിയിലത്തേക്ക്, പലരും വളരെ കൺസർവേറ്റീവായിട്ട് പോലും പ്രഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്തിട്ട് വളരെ വലിയ മാർജിൻസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പോൾസ്റ്ററാണ് ടുഡേസ് ചാണക്യ. ടുഡേസ് ചാണക്യ ഇത്തവണ പറഞ്ഞിരിക്കുന്നത് BJP 400 ±15 സീറ്റിലേക്ക് പോകും എന്നാണ്, NDA സഖ്യം. അതേപോലെ അവർ പറയുന്നത് കേരളത്തിലെ പ്രൊഡിക്ഷനിൽ BJPക്ക് കിട്ടുന്നത് 3 ±4 എന്നാണ്. അതായത് 3 മുതൽ 7 വരെ സീറ്റുകൾ പിന്നെ BJPക്ക് കേരളത്തിൽ കിട്ടാമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല BJPക്കാരായിട്ടുള്ള ആൾക്കാരിൽ തന്നെ ആരെങ്കിലും 7 സീറ്റുകൾ ഇവിടെ BJPക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോസിബിലിറ്റി ഉള്ള, വളരെ ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിയിരിക്കുന്ന 2 മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. അതിന് കാരണം ആ 2 സ്ഥലങ്ങളിലും അതിശക്തമായിട്ടുള്ള 3-way ടൈ ആണ്. ഒരുപക്ഷെ ആറ്റിങ്ങലിൽ ഉള്ളതിനേക്കാൾ, അല്ലെങ്കിൽ പിന്നെ പത്തനംതിട്ടയിലോ ആലപ്പുഴയിലോ ഉള്ളതിനേക്കാൾ ഒരുപക്ഷെ വളരെ ശക്തമായിട്ടുള്ള 3-way ടൈ നടക്കുന്നത് ഈ 2 സ്ഥലങ്ങളിലാണ്. അതിലൊന്ന് കൺവെൻഷനലായിട്ടുള്ള BJPയുടെ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. നേരെ മറിച്ച് തൃശ്ശൂർ അങ്ങനെയല്ല. അവിടെ സുരേഷ് ഗോപി അവിടെ എത്തിയതിന് ശേഷമാണ് അവർ വോട്ട് സമാഹരിക്കാനായിട്ട് തുടങ്ങിയത്. ഈ 3 സ്ഥലങ്ങളിലും പൊതുവെ കേരളത്തിൽ എവിടെയാണെങ്കിലും അതിശക്തമായിട്ടുള്ള ഒരു 3-way ഫൈറ്റ് ഉണ്ടായാൽ, പൊതുവെ കൺവെൻഷനിൽ LDF UDF പൊളിറ്റിക്സിനിടയിൽ മൂന്നാമതൊരാൾ അത്രത്തോളം ശക്തനായെങ്കിൽ മാത്രമേ അത് 3-way ഫൈറ്റ് ആവുകയുള്ളല്ലോ. അങ്ങനെയുള്ള ഒരു സമയത്ത് അപ്കമിംഗ് പാർട്ടി എന്ന രീതിയിലത്തേക്ക്, ഒരു ശക്തി എന്ന രീതിയിലത്തേക്ക് BJPക്ക് ഒരു സാധ്യത ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് ഈ 2 മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് കരുതി ഈ 2 സ്ഥലങ്ങളും വിജയിക്കും എന്നുള്ള രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 2 മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള 3-way മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ മൂന്നാമത് പോകുന്ന പാർട്ടി ആരാണ് എന്നുള്ളതാണ് പ്രധാനം. അതായത് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തായാലും BJP മൂന്നാമത് പോകുമെന്ന് ആരും കരുതുന്നില്ല. അപ്പോൾ അവിടെ എത്രത്തോളം വോട്ടാണ് CPIക്ക് കുറയാൻ പോകുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണല്ലോ പൊതുവെ പറയുക. ഇന്ത്യ സഖ്യം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് തൃശ്ശൂരെയും തിരുവനന്തപുരത്തെ റിസൾട്ട് വരുമ്പോൾ കാണാം. ഞാൻ പറയുന്നത് CPIയുടെ വോട്ട് പന്ന്യൻ രവീന്ദ്രൻ പിടിച്ചാൽ തിരുവനന്തപുരത്ത് ജയിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ VS സുനിൽകുമാറിന്റെ വോട്ട് VS സുനിൽകുമാർ പിടിക്കുകയും പിന്നെ K മുരളീധരന്റെ വോട്ട് K മുരളീധരൻ പിടിക്കുകയും ചെയ്താൽ അതിശക്തമായ രീതിയിൽ ഈ 2 മത്സരാർത്ഥികളും ഒരു മത്സരം കാഴ്ചവെച്ചാൽ സുരേഷ് ഗോപി ഇവിടെ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് 3-way ടൈ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം മാർജിൻസ് വളരെ കുറവ് മതി. നേരെ മറിച്ച് ഒരാൾ വളരെ താഴെ പോവുകയും മറ്റൊരാൾ മുകളിലേക്ക് കയറി വരികയും ചെയ്താലാണ്. ശ്രീ K മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. BJP രണ്ടാമത് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ ആരാണ് എന്നാണ് K മുരളീധരൻ പറയുന്നത്. BJP ജയിക്കുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹം ജയിക്കുന്നു എന്നതിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ രണ്ടാമത് സുനിൽകുമാർ അല്ല എങ്കിൽ, സുനിൽകുമാർ മൂന്നാമത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്നാണ് ശ്രീ K മുരളീധരൻ പറയുന്നത്. അത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. അപ്പൊ മൂന്നാമത് ആര് വരും എന്നുള്ളതാണ് ഈ 2 സ്ഥലങ്ങളിലും ഏറ്റവും പ്രധാനമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, അഡ്വക്കേറ്റ് BN ഹസ്കർ, താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? തൃശ്ശൂരും തിരുവനന്തപുരം എന്തായാലും കൈവിട്ടിരിക്കുകയാണല്ലോ. LDFന് പ്രതീക്ഷയില്ല എന്ന് താങ്കൾക്കും അറിയാമല്ലോ. പക്ഷേ തൃശ്ശൂർ അങ്ങനെയല്ലല്ലോ, അതൊരു 3-way ടൈ ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അല്ല, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് CPIയും ഇടതുപക്ഷം നിർത്തിയിട്ടുള്ളത്. പന്ന്യൻ രവീന്ദ്രനെ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അടുപ്പമുള്ള നേതാവാണ്. സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതിഫലനം തിരുവനന്തപുരത്ത് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലകളിലും പിന്നോക്ക സമുദായക്കാർക്കിടയിൽ വലിയ സ്വാധീനം, വലിയ രീതിയിൽ ഒരു ചലനം ഉണ്ടായിട്ടുള്ളൊരു മണ്ഡലമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് സ്വാഭാവികമായും ശശി തരൂരിന് അനുകൂലമായി തന്നെ പ്രതിഫലിക്കും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് ലഭിക്കാനുള്ള സാധ്യതകളുള്ളത് അർബൻ മേഖലയിലായിട്ടുള്ള വോട്ടുകൾ മാത്രമായിരിക്കും. പക്ഷെ അർബൻ കോവളം തുടങ്ങിയിട്ടുള്ള കോവളവും പാറശാല തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് ലഭിക്കുന്ന പിന്നോക്ക സമുദായക്കാരുടെ വോട്ടുകൾ കൃത്യമായി ശശി തരൂരിന് അനുകൂലമായി വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായും ഒരു സാധ്യത ശശി തരൂരിനുണ്ടാവും എന്ന് തന്നെയാണ്. തൃശ്ശൂരിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. തൃശ്ശൂരിൽ ഈ പറഞ്ഞ ത്രികോണ മത്സരം ഉണ്ടെങ്കിലും ഒന്നാം ഘട്ടത്തിൽ ശ്രീ സുരേഷ് ഗോപി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു സിനിമാ താരം എന്ന നിലയിൽ തനിക്ക് കാസ്റ്റ് ചെയ്യാൻ സമാഹരിക്കാൻ കഴിയുന്ന കുറെ വോട്ടുകൾ അന്ന് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് അപഹാസ്യമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ അദ്ദേഹം ഒരു സിനിമാ താരത്തിൽ നിന്ന് കടുത്ത രാഷ്ട്രീയക്കാരനായിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. ആ കടുത്ത രാഷ്ട്രീയക്കാരനെ കാണുമ്പോൾ തൃശ്ശൂർ പോലുള്ള പ്രബുദ്ധമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായും മതേതര ചിന്തകൾ ഉള്ള ആളുകളും ശ്രീ സുനിൽകുമാറിനെ പോലെ ഇത്ര ജനകീയമായ വേരോട്ടമുള്ള ഒരു സ്ഥലം, തൃശ്ശൂരിന്റെ മുക്കും മൂലയും ആ മണ്ഡലത്തിന്റെ ഓരോ വോട്ടർമാരെയും പേരെടുത്തു പറയാൻ കഴിയുന്ന പരിചിതമായിട്ടുള്ള മുഖമാണ്
സഖാവ് സുനിൽകുമാറിനുള്ളത്. അപ്പോൾ സഖാവ് സുനിൽകുമാറിനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഏതു സർവേ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാളും ഞാൻ അതിനെ വിശ്വസിക്കുന്നത് സുനിൽകുമാറിന് അവിടെയുള്ള ജനകീയ ബന്ധം അത് അദ്ദേഹത്തിന് തുണയാകും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തൃശ്ശൂര് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ 20 സീറ്റുകളിലും ഇന്ത്യ മുന്നണി തന്നെ വരും എന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ 6 മുതൽ 8 വരെ സീറ്റുകൾ ഇടതുപക്ഷത്തിന് കേരളത്തിൽ ആകമാനം സമാഹരിക്കാനാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം കടുത്ത മത്സരം നടക്കുന്ന കണ്ണൂര്, അതുപോലെ വടകര, പാലക്കാട് തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലം, അതുപോലെ തന്നെ മാവേലിക്കര ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ മറ്റൊരു മണ്ഡലമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 6 മുതൽ 8 വരെ സീറ്റുകൾ 6 മുതൽ 8 വരെ സീറ്റുകൾ ഇടതുപക്ഷത്തിന് സമാഹരിക്കാൻ കഴിയും. അതിൽ തൃശ്ശൂര് ഒരു സാധ്യത ഞാൻ ഇപ്പോഴും അവസാന നിമിഷവും തൃശ്ശൂരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്നു തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ശരി, ശ്രീകുമാർ, താങ്കളുടെ വിലയിരുത്തൽ, തൃശ്ശൂരുകാരനാണല്ലോ താങ്കൾ, അവിടെ താങ്കൾക്ക് കുറച്ചുകൂടി ഇപ്പോൾ ആളുകളുമായിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കുവാനുള്ള അവസരവും കിട്ടിയിട്ടുണ്ട്. ഹസ്കർ പറയുന്നത് പോലെയാണോ? അല്ല, ഹസ്കർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വെളിപ്പെടുത്തിയതല്ലേ. തൃശ്ശൂരിൽ 2019 സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു. UDF LDF ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി തോറ്റു. അസംബ്ലി മണ്ഡലത്തിൽ 2021 സുരേഷ് ഗോപി മത്സരിച്ചു, അദ്ദേഹം തോറ്റു. 2024 അദ്ദേഹം മത്സരിക്കുന്നു. ജനം എന്ത് തീരുമാനിച്ചെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഇത്തവണ വ്യക്തമായിട്ട് പറയാം, സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ട് കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് ജയിക്കാനുള്ള ഘടകമായിട്ട് കാണുകയാണെങ്കിൽ എനിക്ക് അവരെക്കുറിച്ചൊന്നും പറയാനില്ല. അത് വോട്ട് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ പ്രത്യേകിച്ചും കുറച്ച് വ്യക്തിപരമായ നടൻ എന്ന നിലയ്ക്ക് BJPക്ക് താമരയിൽ ചിഹ്നത്തിൽ മത്സരിച്ചു പോയതുകൊണ്ട് താമരയിൽ പോയിട്ട് വോട്ട് ചെയ്തു എന്നല്ലാതെ വേറൊന്നുമില്ല. വ്യക്തിപരമായിട്ട് കുറേ വോട്ട് സുരേഷ് ഗോപിക്കുണ്ട്. അത് സുരേഷ് ഗോപിക്ക് ചെയ്ത വോട്ട് BJPയുടെ വോട്ടല്ലേ എന്നൊക്കെ വ്യാഖ്യാനിക്കാമെന്ന ബുദ്ധിമുട്ടാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരും തമ്മിൽ മത്സരിക്കുമ്പോൾ അവിടെ പന്ന്യൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പോകും നമ്മൾ പറയാൻ കാരണം, അവിടുത്തെ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ സ്വഭാവവും രാഷ്ട്രീയ മനസ്സും അതുപോലത്തെ അവിടുത്തെ ജനങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥ മനോഭാവമുള്ള മനസ്സുണ്ട്. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ശശി തരൂരിൻ്റെ വ്യക്തമായ ഭൂരിപക്ഷം 2 തെരഞ്ഞെടുപ്പുകളിലും കണ്ടത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് BJP നേതാവായ O രാജഗോപാൽ പറഞ്ഞത് തരൂരിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന്. ഇത്തവണ ഒരു കേന്ദ്രമന്ത്രി വന്ന് മത്സരിച്ചു. കേന്ദ്രമന്ത്രി വന്ന് മത്സരിക്കുമ്പോൾ BJPയുടെ പ്രചരണം അതിഗംഭീരമായിരുന്നു. V മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിച്ചപ്പോൾ വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ പത്തനംതിട്ടയിലെ അനിൽ ആന്റണിക്കും വളരെ ഗംഭീരമായ പ്രചരണം നടത്തി. കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വോട്ട് ചിലപ്പോൾ കൂടിയെന്നിരിക്കും. പക്ഷേ ജയമെന്ന് പറയുന്നത് ശശി തരൂരിനും അതുപോലെ ആറ്റിങ്ങലിലെ പ്രകാശനും തൃശ്ശൂരിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ K മുരളീധരനുമാണ്. കാരണം രാഷ്ട്രീയ സാഹചര്യത്തിൽ മുരളീധരന് കിട്ടാനുള്ള വോട്ടുകളിൽ കുറവ് വരുന്നില്ല, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടുന്നു, ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. ഹസ്സ പറഞ്ഞ പോലെ സുനിൽകുമാർ നല്ല വ്യക്തിയാണ്, പക്ഷേ സുനിൽകുമാർ LDFൻ്റെ അംബാസിഡറാണ്. അതുകൊണ്ട് ആ അംബാസിഡറെ ജനങ്ങൾ അംഗീകരിക്കാത്ത അവസ്ഥ വരുന്നു. സുരേഷ് ഗോപി എന്ന നടന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിനിടയ്ക്ക് ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യം പറഞ്ഞു, അതായത് ജയറാം രമേശിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തിട്ടില്ലാന്ന്. നടപടി എന്ന് വെച്ചാൽ സാങ്കേതികത്തിൽ നമ്മൾ തൂങ്ങിപ്പിടിക്കുന്നില്ല. ജയറാം രമേശിനോട് ഇത്ര നേരത്തിനുള്ളിൽ അതിന് വിശദീകരണം നൽകാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആ വിശദീകരണം ജയറാം രമേശിനോടല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയുടെ പാർട്ടിയോട് ചോദിച്ചു, ശരി. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയോട് ചോദിച്ചു, ശരി. നരേന്ദ്രമോദിയോട് ചോദിക്കാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് ചോദിച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ മാത്രം ചോദിച്ചാത്ത അവസ്ഥ എന്താ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കാത്തത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് ചോദിച്ചതുകൊണ്ട് മറ്റ് പ്രതിപക്ഷത്തുള്ള നേതാക്കളും ആ ഒരു കെയർ ഓഫിൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം കേട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം രാജിവെച്ച് പോയല്ലോ ഇടക്കാലത്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെ വിഷയത്തിൽ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു രാഷ്ട്രീയ കക്ഷികൾ അവരുടെ വിജയാഹ്ലാദത്തിന് കോപ്പ് കൂട്ടും. ശരിയാണ്, രാഷ്ട്രീയ കക്ഷി കോപ്പ് കൂട്ടിയെന്നല്ലല്ലോ പത്രങ്ങളിലും അല്ല ചാനലുകളിൽ നിന്ന് വന്നത്.
ക്യാബിനറ്റ് മറ്റേ മന്ത്രിസഭ എന്നല്ലേ, ഞങ്ങൾ മന്ത്രിസഭ രൂപീകരിക്കും എന്നൊരു മന്ത്രിസഭയുടെ തീരുമാനം പോലെയല്ലേ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടു എന്ന്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ കോൺഗ്രസ് പറയും ഞങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തുമെന്ന് പറയും, BJP പറയാം ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. പക്ഷേ കർമ്മപദ്ധതി രൂപീകരിക്കാൻ പറ്റുമോ BJP? NDA എന്നുള്ള സഖ്യമല്ലേ, NDA യോഗം ചേരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. BJP പ്രധാനമന്ത്രി ഇങ്ങനെ കർമ്മപദ്ധതി ആവിഷ്കരിച്ചു എന്ന് ചാനലുകൾ പറയുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പ്രധാനമന്ത്രി വോട്ട് ചെയ്ത ജനങ്ങളുടെ വിധി കാത്തിരിക്കുകയാണ്. എല്ലാ നേതാക്കളും വിധി കാത്തിരിക്കുകയാണ്, പ്രതിപക്ഷവും വിധി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഭരണപക്ഷത്തുള്ളവർ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരിക്കലും ജനാധിപത്യത്തിൽ സംശയം ഉയരാൻ പാടില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത്. കർമ്മനിരതനായിരിക്കേണ്ട കാര്യം ഇപ്പോഴില്ല. താങ്കളുടെ നിലപാട് അതാണല്ലോ, കർമ്മനിരതനായിരിക്കേണ്ട കാര്യം ഇപ്പോഴില്ല, ഫലം വരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ? അല്ല, അതല്ലേ മനുഷ്യ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വം അതല്ലേ? നമ്മൾ ജനങ്ങളുടെ വിധിക്ക് മുമ്പിൽ നിന്നു, തലകുനിച്ച് നിന്നു, വോട്ട് ചോദിച്ചു. തലകുനിക്കലാണല്ലോ വോട്ട് ചോദിക്കല്. പ്രധാനമന്ത്രി അടക്കം ജനങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിച്ചു. ആ വോട്ട് ജനം കൊടുത്തു. ആർക്കനുകൂലം അതറിയില്ല. അപ്പോഴേക്കും ഇപ്പോഴത്തെ ഭരണത്തിൽ ഞങ്ങളാണ്, അതുകൊണ്ട് നാളെയും ഞങ്ങളാണെന്ന് പറയാൻ പറ്റുമോ? രാഷ്ട്രീയത്തിൽ ഭൂതവും ഭാവിയും വർത്തമാനവും ഭാവിയും ഉണ്ട്. നമ്മൾ വർത്തമാനമല്ലേ ചർച്ച ചെയ്യേണ്ടത്, ഭൂതകാലം ചർച്ച ചെയ്യാം, വർത്തമാനകാലം ചർച്ച ചെയ്യാം, ഭാവി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സമയത്ത് ഇപ്പോൾ ഇന്നലെ തന്നെ അദ്ദേഹം ഈ സർക്കാർ തലത്തിൽ 7ഓളം യോഗങ്ങൾ എന്തോ ചേർന്നു എന്നാണ്. അത് പക്ഷേ അതിന് തടസ്സമുണ്ടോ? അതിന് നിയമപരമായി നോക്കുമ്പോൾ തടസ്സമുണ്ടോ? ചട്ടപ്രകാരം തടസ്സമുണ്ടോ? അല്ല, എനിക്കറിയില്ല. അവിടെ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഇത് നമുക്ക് ആധികാരികതയില്ല മഞ്ജുഷ. അത് ശ്രീജിത്ത് പണിക്കരെ പറഞ്ഞല്ലോ, ചാനലുകളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. ആ വാർത്ത ശരിയാണെങ്കിൽ, അങ്ങനെ കർമ്മപദ്ധതി ആവിഷ്കരിച്ചു എന്നത് ശരിയാണെങ്കിൽ, കർമ്മപദ്ധതി BJPക്കല്ലല്ലോ ആവിഷ്കരിക്കാൻ പറ്റുക, ഗവൺമെൻറ് എന്ന നിലയ്ക്കാണ് നമ്മൾ കേട്ടത്. അങ്ങനെയാണെങ്കിൽ അപ്പം പിന്നെ നമ്മൾ വോട്ടിന് എന്തിനാണ് പോയത്? നമ്മൾ ജനങ്ങളെ എന്തിനാണ് സമീപിച്ചത്? അപ്പോൾ ജനാധിപത്യത്തിൽ ഇതുപോലെ ഒരുപാട് മര്യാദകളുണ്ട്. ഈ മര്യാദകളൊക്കെ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ ജനാധിപത്യം എന്ന സംശയം ഉണ്ടാക്കരുത്. കാരണം നമ്മൾ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനങ്ങൾ കാണുന്നു. 2004-ലും 2009-ലുമൊക്കെ നമ്മൾ എക്സിറ്റ് പോളൊക്കെ പരാജയപ്പെട്ടപ്പോൾ അന്ന് വാജ്പേയി ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലല്ലോ. 2009-ലാണെങ്കിൽ നമ്മുടെ അന്നത്തെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തില്ലല്ലോ. മൻമോഹൻ സിംഗ് ഭരിച്ച ശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം മാറിപ്പോയത്. 10 വർഷം ഭരിച്ച ശേഷം മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് എന്തെങ്കിലും ഇതുവരെ നടപടികൾ കർമ്മപദ്ധതി ആവിഷ്കരിച്ചില്ലോ. വിജയാഹ്ലാദത്തിന് കോപ്പ് കൂട്ടും, അത് AICC കോപ്പ് കൂട്ടാം, അതുപോലെ തന്നെ BJPക്ക് കോപ്പ് കൂട്ടാം, LDFന് കോപ്പ് കൂട്ടാം. ജനം തീരുമാനിച്ചാൽ നാളെ പുറത്തു വരുള്ളൂ. ജനം തീരുമാനിച്ചാൽ പുറത്തു വരുന്നവരെ നമ്മളെ പശ്ചാത്തലം വെച്ചുകൊണ്ട്, സാഹചര്യം വെച്ചുകൊണ്ട്, സമകാലിക ചിന്തകൾ വെച്ചുകൊണ്ട്, അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ ഇന്നെ പറഞ്ഞതൊക്കെ നാളെ തെറ്റിയെന്ന് വരാം. അതുകൊണ്ട് ഇന്നലെ ശ്രീകുമാർ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റുമോ? ഇന്ന് രാഷ്ട്രീയത്തിൽ കർമ്മനിരതനായിരിക്കുന്നതിനെ കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. വിനയാന്യതനായി ജനങ്ങൾക്ക് മുന്നിൽ നിന്നതല്ലേ, ഇനി ഫലം വരട്ടെ എന്ന്. അല്ല, ഇതിൽ ശ്രീകുമാർ പറയുന്ന ഏത് പോയിന്റിനാണ് മറുപടി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ സാധനമാണ്. BJPക്ക് അങ്ങനെ തീരുമാനിക്കാം, BJPയുടെ സഖ്യകക്ഷികൾക്ക് അങ്ങനെ തീരുമാനിക്കാം. സർക്കാർ തീരുമാനിച്ചു എന്ന് ശ്രീകുമാറിനോട് ആരാണ് പറഞ്ഞത്? സർക്കാർ തീരുമാനിച്ചു എന്ന് അല്ല, അദ്ദേഹം പറഞ്ഞു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്ന്. വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, പിന്നെ DMK ഇതേപോലെ ഏതൊക്കെ വകുപ്പുകളാണ് DMKക്ക് വേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയെന്നും വാർത്തകൾ വന്നു. എന്തായാലും നമുക്കറിയാമല്ലോ, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇന്ത്യ സഖ്യത്തിലേക്ക് സീറ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടുന്ന ഒരു പാർട്ടിയാണ് DMK. ഒരുപക്ഷെ കോൺഗ്രസ് കഴിഞ്ഞാൽ, കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്നത് എങ്കിൽ, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സ്റ്റാലിൻ. അദ്ദേഹം ഇതേപോലെ തന്നെ അവരുമായിട്ട് മീറ്റിംഗ് നടത്തി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ തീരുമാനം? അതായത് പുതുതായിട്ട് വരുന്ന ഗവൺമെന്റിൽ ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം, ഇത് ആഘോഷത്തിനെ പറ്റിയല്ല, സത്യപ്രതിജ്ഞ എന്ന് ചെയ്യാം എന്നതിനെ പറ്റിയല്ല, നേരെ മറിച്ച് വകുപ്പ് വിഭജനം അതിനെപ്പറ്റി പറയുന്നു. അതിനെപ്പറ്റി താങ്കൾ എന്താ ഒന്നും പറയാത്തെ? അത് ജനാധിപത്യത്തിനോടുള്ള ജനാധിപത്യപരമായിട്ടുള്ള കാര്യമാണോ? എന്താണത്? അതും പറയാണ്. താങ്കൾ ഒന്ന് മാത്രമേ കേട്ടുള്ളൂ. ഞാൻ രണ്ടിനെയും കാര്യമായിട്ട് ഒരേപോലെ തള്ളിക്കളഞ്ഞില്ലേ? അല്ലല്ല, ഞാൻ പറയാം. അല്ല ഞാൻ അതായത് ശ്രീജിത്ത് പണിക്കർ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. DMK ഇങ്ങനെ മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ തീരുമാനിച്ചു എന്നുള്ളൊരു പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ല കേട്ടോ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ആണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായത്. അപ്പോൾ അവസാന ഘട്ടത്തിൽ അവർ പാർട്ടിയാണ്, ഒരു പ്രതിപക്ഷ പാർട്ടിയാണ്, തമിഴ്നാടേ ഭരിക്കുന്നുള്ളൂ,
ഇന്ത്യ ഭരിക്കുന്നില്ല. തമിഴ്നാട്ടിലത്തെ പ്രതിപക്ഷ കക്ഷി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അവർ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ അവരവരുടെ മന്ത്രിമാരെ തീരുമാനിച്ചു. ആ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് BJPക്ക് അവരുടെ മന്ത്രിമാരെ വേണമെങ്കിൽ തീരുമാനിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കർമ്മപദ്ധതി ആവിഷ്കരിക്കാവോ? അല്ല, അവർ ഭരണപക്ഷമാണ്, ഇവിടെ പ്രതിപക്ഷമാണ് DMK പ്രതിപക്ഷമാണ്. അവർ അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷ. ഭരണപക്ഷത്തിരിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലല്ല, ഞാൻ രണ്ടിന്റെ അല്ലല്ല, തെറ്റിദ്ധരിപ്പിക്കരുത്. രണ്ട് കാര്യങ്ങളും താങ്കൾ ഉദ്ദേശിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ സർക്കാരിന് അങ്ങനെ ചെയ്യാവോ എന്നുള്ളതാണ്. അതാണ് താങ്കൾ ഉദ്ദേശിച്ചത്. അല്ല, സർക്കാർ ചെയ്താൽ എന്താണ്? സർക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാബിനറ്റ് ഒരു സെക്കൻഡ് റിപ്പോർട്ട് അനുസരിച്ച് ബ്യൂറോക്രാറ്റ്സുകളുമായിട്ടാണ് യോഗം ചേർന്നിരിക്കുന്നത് 100 ദിന കർമ്മ പദ്ധതി വരുന്ന ഗവൺമെന്റിന് വേണ്ടി. അല്ല, ഞാൻ പറയുന്നത് നോക്കൂ, ഇത് റിപ്പോർട്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫോട്ടോ അടക്കം ഇന്ന് ഹിന്ദുവിലുണ്ട്. ഹിന്ദുവിലെ 8ാം പേജിൽ ഇന്ന് ഫോട്ടോ അടക്കമുണ്ട്. റിവ്യൂ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ആ ഒരു അജണ്ടയുടെ പുറത്താണ് ആ മീറ്റിംഗ് നടത്തിയിരിക്കുന്നത് എന്നതിനെ പറ്റി ഹിന്ദു പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണുള്ളത്. സർക്കാരിന്റെ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് വരിക? സർക്കാരിന്റെ മീറ്റിങ്ങിനെ പറ്റി എന്താണ്? ക്യാബിനറ്റ് നോട്ടുകളാണോ വരുന്നത്? സർക്കാരിന്റെ തീരുമാനങ്ങളാണോ വരുന്നത്? ഇതിനെല്ലാം തന്നെ നോട്ടുകൾ വരികയില്ലല്ലോ ശ്രീ പണിക്കർ, അല്ലെ? അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്താണോ അല്ലയോ? അനുവദനീയമായിട്ടുള്ള മീറ്റിംഗ് ആണോ അല്ലയോ? യാതൊരു വിധത്തിലുള്ള മീറ്റിങ്ങുകളും കൂടാൻ പാടില്ല എന്നൊന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും പറയരുത്. സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ താങ്കൾ ന്യായീകരിച്ചതിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ചൂടിന്റെ പ്രശ്നമുണ്ട്, അവിടെ ഉഷ്ണതരംഗത്തിന്റെ പ്രശ്നമുണ്ട്, ഇത് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് വിദേശത്തേക്ക് യാത്ര ചെയ്തല്ലോ. വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മന്ത്രിസഭാ യോഗങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇവിടെ മന്ത്രിമാരുടെ മറ്റ് മീറ്റിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ലേ? അടിയന്തര വിഷയമല്ലാത്ത മറ്റു വിഷയങ്ങളിൽ ഇവിടെ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അതിലൊന്നും ഉദ്യോഗസ്ഥരാരും പങ്കെടുത്തിട്ടില്ലേ? ഇത്രയും കാലത്തിനോടകം പുതിയ ഗവൺമെന്റ് ഓർഡറുകൾ ഇറങ്ങിയിട്ടില്ലേ? ഏതൊക്കെ വകുപ്പുകളിൽ ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഗസറ്റ് നോക്കിയാൽ അറിയാം. അപ്പൊ അതെന്താണ്? പെരുമാറ്റച്ചട്ടം നിൽക്കുന്നതുകൊണ്ട് അത് പാടില്ല എന്നാണോ? അങ്ങനെയല്ല. ഇലക്ട്രേറ്റിനെ സ്വാധീനിക്കാൻ പറ്റുന്ന വിഷയങ്ങൾക്ക് ഞാൻ പറയുന്നത്, ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 100 ദിവസത്തേക്കുള്ള പ്ലാൻ ചെയ്യുന്നതിന് അവർക്ക് ചെയ്യാം. ഇപ്പൊ അടിയന്തര സാഹചര്യമല്ലല്ലോ ചർച്ച ചെയ്തത്, ഭാവിയല്ലേ അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ ഇത് എടുക്കാൻ പറ്റൂ എന്നുള്ളത് താങ്കളോട് ആരാ പറഞ്ഞത്? അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ പെരുമാറ്റച്ചട്ടം നിൽക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥരുമായിട്ട് മീറ്റിംഗ് താങ്കൾ വായിച്ചത് അല്ല. താങ്കൾ ഇത് എവിടെയാണ് വായിച്ചത്? ഇതൊക്കെ താങ്കളുടെ ഊഹമാണ്, താങ്കളുടെ ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഒന്ന് ആ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീകുമാർ ഇത് മനസ്സിലാക്കിയിട്ടാണോ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനാണോ എന്ന് എനിക്കറിയില്ല. സ്റ്റാർ ക്യാമ്പയിനർമാരുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനറാണ്, കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ ലിസ്റ്റിലുള്ള ആളാണ് രാഹുൽ ഗാന്ധി. BJPക്ക് ഉള്ള സ്റ്റാർ ക്യാമ്പയിനർ ആണ് നരേന്ദ്രമോദി. അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. ജയറാം രമേശ് എന്നാ സ്റ്റാർ ക്യാമ്പയിനർ ആയത്? ജയറാം രമേശ് എവിടെയാ പോയി പ്രചരണത്തിന് പോയി സംസാരിച്ചത്? ജയറാം രമേശിനെ എന്നാണ് കോൺഗ്രസോ അല്ലെങ്കിൽ ഈ അപ്പോ അല്ലല്ല, ചുമ്മാ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാന്ന് പറയുകയാണെങ്കിൽ എന്താണ് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പറയണം. ഞാൻ ചോദിക്കാം, ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെ പറ്റി BJP കംപ്ലൈന്റ് പറയുമ്പോഴോ, നരേന്ദ്രമോദിയുടെ വർഗീയ പ്രസംഗത്തിനെ പറ്റി ഒന്നും മിണ്ടാതിരിക്കൂ, കേൾക്കൂ. നരേന്ദ്രമോദിയുടെ വർഗീയ പ്രസംഗത്തിനെ പറ്റി കോൺഗ്രസ് പരാതി പറയുമ്പോഴോ അതുമായി ബന്ധപ്പെട്ട തെളിവ് സഹിതമാണ് കൊടുക്കുന്നതെന്നേ. അതിന്റെ വാർത്തകൾ ഉണ്ടാകും, അതിന്റെ വീഡിയോ ടേപ്പുകൾ ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് അവിടെ തെളിവ് കൊടുക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ ജയറാം രമേശ് കൊടുത്തിരിക്കുന്നതിനകത്തിൽ ഇതാണ് രേഖ. ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇന്ന ആൾക്കാരെ വിളിച്ചു എന്ന് പറയണം, അത് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല എങ്കിൽ പ്രാഥമികമായിട്ടൊരു നോട്ടീസ് അയക്കുക പോലും ചെയ്യില്ലെന്നേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ പ്രസംഗത്തിലുള്ള ഇന്ന പരാമർശങ്ങൾ, ആ പരാമർശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ എവിഡൻസ് ഇത് വെച്ചിട്ടാണ്. താങ്കൾ ചോദിച്ചു നോക്കിയോളൂ, കോൺഗ്രസിൽ സോഴ്സ് ഉണ്ടെങ്കിൽ താങ്കൾ ചോദിച്ചു നോക്കിയോളൂ, പ്രധാനമന്ത്രിക്കെതിരെ അങ്ങനെയാണോ പരാതി കൊടുത്തതെന്ന്. BJPയിൽ സോഴ്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കിയോളൂ, രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങനെയാണോ പരാതി കൊടുത്തിരിക്കുന്നതെന്ന്. ഇവിടെ ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ദാ ഇന്ന ആൾക്കാരെ വിളിച്ചിരിക്കുന്നു, 150 പേരെ വിളിച്ചിരിക്കുന്നു. എവിടെ തെളിവ്? ഇതാണ് തെളിവ്. ആ തെളിവ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. ആ തെളിവ് അടക്കം വെച്ചുകൊണ്ട് പരാതി കൊടുക്കേണ്ടടുത്ത് ആ തെളിവ് നിങ്ങൾ ഹാജരാക്കിയിട്ടില്ല, അത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായോ കുറ്റം? ഞാൻ ഒന്നിടപെടുകയാണ്. ഹസ്കറിന് കൂടി ഒരു അവസരം. ശ്രീ BN ഹസ്കർ, ഈ പറയുന്ന ഈ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചത് അത് ഈ അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്ന് വന്ന ഒരു നടപടി, ഈ രീതിയിലാണല്ലോ റിപ്പോർട്ടുകൾ വരുന്നത്. ഭരണം ഉറപ്പിക്കുന്നത് കൊണ്ടുള്ള
അമിതമായ ആത്മവിശ്വാസം. നമസ്കാരം. ഒരു മഞ്ജുഷേ, പലപ്പോഴും പല ഗവൺമെന്റുകൾക്കും ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ പോലും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അടിയന്തര ഘട്ടങ്ങളിലെ തീരുമാനം എടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. അത് ആ കാവൽ മന്ത്രിസഭയാണ് നിലനിൽക്കുന്നതെന്നും ആ കാവൽ മന്ത്രിസഭയുടെ അവസാന ദിവസം വരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് വരെയുള്ള തീരുമാനങ്ങളാണ്. പക്ഷെ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് വരാൻ പോകുന്ന 100 ദിവസത്തെ കർമ്മ പദ്ധതികളെ സംബന്ധിച്ചാണ് സെക്രട്ടറി തലത്തിൽ ശ്രീ നരേന്ദ്രമോദി ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ഇത് ജനാധിപത്യത്തിന്റെ അപകടകരമായ ഒരു പ്രക്രിയയാണ്. മാത്രമല്ല, ഞാനിപ്പോ സംശയിക്കുന്നത് നേരത്തെ തെരഞ്ഞെടുപ്പ് തുടക്കഘട്ടത്തിൽ തന്നെ EVM-നെ കുറിച്ച് രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികൾ സംശയം ഉന്നയിച്ചിരുന്നു. ആ സംശയത്തിന് പ്രസക്തി വരുന്ന തരത്തിലേക്ക് ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി വരുന്ന 100 ദിവസത്തെ പ്രഖ്യാപിക്കണമെങ്കിൽ അത് EVM മിഷനുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന ഗൗരവമേറിയ പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് വളരെ സുപ്രീം കോടതിയിൽ പോലും ഇത് ചോദ്യം ചെയ്യപ്പെട്ട കാര്യമാണല്ലോ ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ. സുപ്രീം കോടതി ആവശ്യപ്പെട്ട ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ നാളിതുവരെ നൽകിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ച് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർമാരുടെ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ അത് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല. അത് വെക്കേഷൻ ആയതുകൊണ്ട് അത് കഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോ തെരഞ്ഞെടുപ്പിന് മുമ്പേ നൽകേണ്ടിരുന്ന കൃത്യമായ കണക്കുകൾ, ആ കണക്കുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോലും സമർപ്പിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷന് അക്ഷന്തവ്യമായിട്ടുള്ള അപരാധം സംഭവിച്ചിരിക്കുന്നു. ഇത് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്താകമാനം സംശയം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ സംശയം? പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളെ സംബന്ധിച്ച് ആ പ്രസംഗങ്ങൾക്കെതിരെ നോട്ടീസ് അയക്കുമ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ, ആ വിദ്വേഷ പ്രസംഗങ്ങളിൽ ഒരിടത്തു പോലും ചെറുവിരലനക്കുന്നതിന് ഒരു പരാതി ഒഴികെ ഒരിടത്തു പോലും അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല. അങ്ങ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, എന്റെ കൂടി പ്രധാനമന്ത്രിയാണ്, അങ്ങ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് രാജ്യത്തിന് അപമാനമാണെന്ന് പറയുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അധികാരം ഉണ്ടായിരുന്നു. അങ്ങനെ മിണ്ടാനുള്ള ധൈര്യം കാണിച്ചില്ലെന്നേ. വിനീത വിധേയന്റെ വിഡ്ഢിവേഷം കെട്ടിയ ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യക്കുണ്ടായിരുന്നത് എന്നതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജയറാം രമേശ്. ശരി, എന്തായാലും ഇനി വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാളെ ഈ സമയം നമ്മൾ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ആരാണ് രാജ്യം ഭരിക്കുന്നത് എന്നതിന്റെ പൂർണ്ണമായ ചിത്രം വ്യക്തമാവുകയും ചെയ്യും. മോദിയുടെ ഭരണം 3ാം വട്ടവും തുടരുമോ, അതോ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത് പോലെ അവർക്ക് അധികാരത്തിലേക്ക് വരുവാൻ കഴിയുമോ? കാത്തിരിക്കാം. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുന്നത്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കം തുടങ്ങി, മോദിക്ക് 3ാം വട്ടം ഉറപ്പിച്ചോ BJP? അതേന്ന് 60% പ്രേക്ഷകർ, അല്ലെന്ന് 38%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.